ഈശോയേറ്റം സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം മാറ്റങ്ങളുടെ കാലമാണ്. സ്ഥിരം നടക്കുന്ന വഴികളിൽ നിന്നുള്ള മാറ്റം, ആത്മീയതയിലുണ്ടാവുന്ന മാറ്റം, സ്വഭാവത്തിൽ വരുന്ന മാറ്റം, ലേവിയിൽ നിന്ന് മത്തയിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഈശോ ലേവിയെ വിളിക്കുമ്പോൾ അദ്ദേഹം ചുങ്കത്തട്ടിൽ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു. പിന്നീട് അവൻ പോലും അറിയാതെ ലേവി മത്തായി മാറുകയായിരുന്നു. വെറുക്കപ്പെടുന്ന ചുങ്കക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിലേക്കുള്ള മാറ്റം. പിന്നീട് ഈശോയോടൊപ്പം വചനം പ്രസംഗിക്കാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും വിശുദ്ധ മത്തായിക്ക് സാധിച്ചു. ഒരു വെറുക്കപ്പെട്ടവരെ എങ്ങനെ ഈശോയോടൊപ്പം നടന്നാൽ വിശുദ്ധനാകാമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം വഴി നമുക്ക് കാണിച്ചു തരുന്നു. റോമ 8:28 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവം വിളിക്കുന്ന വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, നാം കാലിടറി വീണാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏത് മോശം സാഹചര്യത്തും അവിടെ നിന്ന് കൈപിടിച്ചുയർത്താൻ ഈശോയ്ക്ക് സാധിക്കും. ഇതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മെ തന്നെ അവിടത്തേക്ക് വിട്ടുകൊടുക്കുക, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമുക്ക് പാപിയിൽ നിന്ന് വിശുദ്ധനിലേക്കുള്ള മാറ്റം കാണാൻ സാധിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.